हरि ओम हरि ओम। ओम शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवम्। सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तुते। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। श्रीगुरुभ्यो नमः। ओं नमः शिवाय। ओं नमो नारायणाय। श्रीमहादेव्यै नमः। ओं नमः परमऋषिभ्यो नमः परमऋषिभ्यः। ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. നാരായണ. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി 10-15 മിനിറ്റ് വൈകി നമ്മുടെ ക്ലാസ് തുടങ്ങാനിരിക്കുമ്പോഴാണ് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ വന്നത്, നമ്മുടെ പോസ്റ്റ്മാൻ. അപ്പോൾ നമുക്ക് കുറേ മണി ഓർഡറുകൾ വരാനുണ്ടേ. ഒക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേണ്ടാന്ന് പറയാൻ പറ്റുമോ? നാളെ പോസ്റ്റ് ഓഫീസ് ഇല്ലാതാനും. അപ്പോൾ ആളെ മടക്കി പറഞ്ഞേക്കാൻ പറ്റില്ല. ഹരി ഓം. നാരായണ. ഓം ദുർഗാ സപ്തശ്ലോകി ചൊല്ലാം. ഓം ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതി ഹിസാ ബലാദാഗൃഹ്യ മോഹായ മഹാമായ പ്രയച്ഛതി. ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷജന്തോഃ സ്വസ്ഥൈ സ്മൃതാമതിമതീവ ശുഭം ദദാസി. ദാരിദ്ര്യദുഃഖഭയഹാരിണി കാ ത്വദന്യാ സർവോപകാരകരണായ സദാർദ്രചിത്താ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശരണാഗതദീനാർത്ത പരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. സർവസ്വരൂപേ സർവേശേ സർവശക്തിസമന്വിതേ ഭയേഭ്യസ്ത്രാഹി നോ ദേവി
ദുർഗേ ദേവി നമോസ്തുതേ. സർവബാധാ പ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി. ഏവമേവ ത്വയാ കാര്യം അസ്മത് വൈരിവിനാശനം. രോഗാനശേഷാനപഹംസി തുഷ്ടാ രുഷ്ടാ തു കാമാൻ സകലാനഭീഷ്ടാൻ. ത്വാമാശ്രിതാനാം ന വിപന്നരാണാം ത്വാമാശ്രിതാ ഹ്യാശ്രയതാം പ്രയാന്തി. ഇതി ശ്രീ ദുർഗാ സപ്തശ്ലോകി സമ്പൂർണ. ഓം ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സ്വാഗതം. നമ്മൾ ഇന്നലെ പ്രഥമചരിതം അവസാനം വരെയുള്ള ഭാഗം പാരായണം കഴിച്ചു. അത് നിങ്ങളിനി പല പ്രാവശ്യം പാരായണം ചെയ്ത് അക്ഷരത്തെറ്റില്ലാതെ ചൊല്ലാറാവണം. അതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇത് കേൾക്കുക, ആവർത്തിച്ച് കേൾക്കുക, സംശയമുള്ള ഭാഗം വീണ്ടും കേൾക്കുക. അങ്ങനെ തെറ്റില്ലാതെ ചൊല്ലാതാവണം. അതാണ് നമ്മുടെ കർത്തവ്യം. ഞാൻ എൻ്റെ ഭാഗം പരമാവധി ചെയ്തു. ഇനി നിങ്ങൾ നിങ്ങളുടെ ഭാഗം ചെയ്യേണ്ടത് എങ്ങനെയാ? പരമാവധി തെറ്റില്ലാതെ ചൊല്ലാൻ ശീലിക്കുക. എങ്ങനെയെങ്കിലും ഒപ്പിക്കാമെന്ന് വിചാരിക്കരുത്. എപ്പോഴും പരമാവധി തെറ്റ് തിരുത്തിക്കൊണ്ടേ മുന്നേറിക്കൊണ്ടിരിക്കണം. തുടക്കത്തിൽ തെറ്റുകൾ സംഭവിക്കാം, അത് അനുവദനീയമാണ്. ഏത് വിദ്യയും അഭ്യസിക്കുമ്പോൾ അതിൽ തെറ്റുകൾ സംഭവിക്കും. പക്ഷേ എന്നും തെറ്റുകൾ ആവർത്തിക്കുന്നത് അത് ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. എന്നും തെറ്റുകൾ ആവർത്തിക്കാൻ അനുവാദമില്ല. പഠിക്കുമ്പോൾ തെറ്റുകൾ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ട് എറ്റേണലി അതിനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളതല്ല. തിരുത്തിക്കൊണ്ട് കറക്റ്റ് ചെയ്ത് പെർഫെക്ഷനിലേക്ക് പോകണം. നമ്മുടെ ജീവിതം തന്നെ പെർഫെക്ഷനിലേക്കുള്ളൊരു യാത്രയാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ പഠിക്കുന്ന ഓരോ കാര്യവും പരമാവധി ശുദ്ധീകരിക്കണം. നമ്മൾ ആ ഒരു സംസ്കാരമേ ഉൾക്കൊള്ളണം. നമ്മൾ ഏത് കാര്യത്തിലാണെങ്കിലും, നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും നമ്മുടെ കഴിവിൻ്റെ പരമാവധിയാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതൊരു ശൈലിയാവണം. അതാണ് നമ്മൾ പറയുന്ന കായേന വാച മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ തത്വം അതാണ്. ഞാൻ എന്തെങ്കിലും തോന്നിയവാസം ചെയ്യും, അത് അങ്ങ് സ്വീകരിച്ചോളൂ എന്ന് പറയാനല്ലാതെ, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം, ഞാൻ തിരുത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളൊരു വാഗ്ദാനം കൂടിയാണത്. അങ്ങനെ നമ്മൾ ഏത് പ്രവൃത്തിയും പെർഫെക്ഷനിലേക്ക് നമ്മളാലാവുന്ന പോലെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നന്നാക്കാൻ ശ്രമിക്കുക. ഈ പാരായണാദി കാര്യങ്ങൾ മാത്രമല്ല, ജീവിതത്തിൽ ചെയ്യുന്ന എന്തിലും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവുക. നാരായണ. നമുക്കിനി മധ്യമചരിതം 3 അധ്യായമാണ്. അതിലെ 1-ാം അധ്യായം അഥവാ ദേവി മാഹാത്മ്യത്തിലെ ക്രമത്തിൽ 2-ാം അധ്യായം ദ്വിതീയോധ്യായ മഹിഷാസുര സൈന്യവധ എന്ന ഈ അധ്യായം നമ്മൾ ഒരു പ്രാവശ്യം ആദ്യം ഒന്ന് ഓടിച്ച് പാരായണം ചെയ്യാം. ഓടിച്ചല്ല, മര്യാദയ്ക്ക് തന്നെ പാരായണം ചെയ്യാം. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് പിന്നെ പദച്ഛേദം ചെയ്തുകൊണ്ട് പാരായണം ചെയ്യാം. ഓം നമശ്ചണ്ഡികായൈ. അഥ മധ്യമചരിതം ദ്വിതീയോധ്യായഃ महिषासुरसैन्यवधः. ओम अस्य श्रीमध्यमचरितस्य विष्णुऋषिः महालक्ष्मी देवता उष्णिक्छन्दः
शाकंभरी शक्तिः दुर्गा बीजं वायुस्तत्त्वं यजुर्वेदस्वरूपं श्रीमहालक्ष्मी प्रीत्यर्थे मध्यमचरितजपे विनियोगः। ध्यानम् ॐ अक्षस्रक्परशुं गदेषु कुलिशं पद्मं धनुष्कुण्डिकां दण्डं शक्तिमसिं च चर्मजलजं गण्डां सुराभाजनम् शूलं पाशसुदर्शने च ददतीं हस्तैः प्रसन्नाननां सेवे सैरिभमर्दिनीम् इह महालक्ष्मीं സരോജസ്ഥിതാം. ധ്യാന ശ്ലോകം ഒരിക്കൽ കൂടെ ചൊല്ലാം. ഓം അക്ഷസ്രക്പരശും ഗദേഷു കുലിശം പദ്മം ധനുഷ്കുണ്ഡികാം ദണ്ഡം ശക്തിമസിം ച ചർമ്മജലജം ഖണ്ഡാം സുരാഭാജനം ശൂലം പാശസുദർശനേ ച ദദതീം ഹസ്തൈഃ പ്രസന്നാനനാം സേവേ സൈരിഭമർദിനീം ഇഹ മഹാലക്ഷ്മീം സരോജസ്ഥിതാം. ഓം ഹ്രീം ഋഷിരുവാച ദേവാസുരമഭൂദ്യുദ്ധം പൂർണ്ണമബ്ദശതം പുരാ महिषे असुराणामधिपे देवानां च पुरन्दरे तत्रासुरैर्महावीर्यैः देवसैन्यं पराजितं जित्वा च सकलान् देवान् इन्द्रो भून्महिषासुरः ततः पराजिता देवाः पद्मयोनिं प्रजापतिं पुरस्कृत्य गदास्तत्र यत्रेष गरुडध्वजौ यदा वृत्तं तयोस्तद्वद महिषासुरचेष्टितं त्रिदशाः कथयामासुः देवाभिभवविस्तरम् सूर्येन्द्राग्न्यनिलेन्दूनां यमस्य वरुणस्य च अन्येषां चाधिकारान् सह स्वयमेवादितिष्ठति स्वर्गान् निराकृताः सर्वे तेन देवगणा भुवि विचरन्ति यथा मर्त्याः महिषेण दुरात्मना एतद्वः कथितं सर्वम् अमरारिविचेष्टितं शरणं वः प्रपन्नास्मो वदस्तस्य विचिन्त्यताम् इत्थं निशम्य देवानां वचांसि मधुसूदनः चकारकोपं शम्भुश्च भृगुडीकुटिलाननौ ततोऽधिकोपपूर्णस्य चक्रिणो वदनात्तदः निश्चक्राममहत्तेजो ब्रह्मणः शङ्करस्य च अन्येषां चैव देवानां शक्रादीनां शरीरतः निर्गतं सुमहत्तेजः तच्चैक्यं समगच्छत अतीव तेजसः कूढं ज्वलन्तमिव पर्वतं ददृशुस्ते सुरास्तत्र ज्वालाव्याप्तदिगन्धरम् अतुलं तत्र तत्तेजः सर्वदेवशरीरजम् एकस्थं तदभून्नारी व्याप्तलोकत्रयं त्विषा यदभूत् शाम्भवं तेजः तेनाजायत तन्मुखम्
याम्येन चाभवन् केशाः बाहवो विष्णुतेजसा सौम्येन स्तनयोर्युग्मं मध्यमैन्द्रेण चाभवत् वारुणेन च जङ्घोरु नितम्बस्तेजसा भुवः ब्रह्मणस्तेजसा पादौ तदङ्गुल्योऽर्कतेजसा वसूनां च कराङ्गुल्यः कौबेरेण च नासिका तस्यास्तु दन्दाः सम्भूताः प्राजापत्येन तेजसा नयनत्रिदयं जज्ञे तथा पावकतेजसा भ्रुवौ च सन्ध्ययोस्तेजः श्रवणावनिलस्य च अन्येषां चैव देवानां सम्भवस्तेजसां शिवा ततः समस्तदेवानां तेजोराशिसमुद्भवां तां विलोक्य मुदं प्रापुः अमरा महिषार्दिताः शूलं शूलाद्विनिष्कृष्य ददौ तस्यै पिनाकधृक् चक्रं च दत्तवान् कृष्णः समुल्पाट्य स्वचक्रतः शङ्खं च वरुणः शक्तिं ददौ तस्यै हुताशनः मारुतो दत्तवांश्चापं बाणपूर्णे तदेषुधी वज्रमिन्द्रः समुल्पाट्य कुलिशादमराधिपः ददौ तस्यै सहस्राक्षो गण्डाम् ऐरावतात् गजाद् कालदण्डाद्यमो दण्डं पाशं चाम्बुपतिर्ददौ प्रजापतिश्चाक्षमालां ददौ ब्रह्माकमण्डलुं समस्तरोमकूपेषु निजरश्मीन् दिवाकरः कालश्च दत्तवान् खड्गं तस्यै चर्म च निर्मलम् क्षीरोदश्चामलं हारम् अजरे च तदाम्बरे चूडामणिं तदा दिव्यं कुण्डले कडगानि च अर्धचन्द्रं तदा दिव्यं केयूरान् सर्वबाहुषु नूपुरौ विमलौ तद्वत् ग्रैवेयकमनुत्तमम् अङ्गुलीयकरत्नानि समस्तास्वङ्गुलीषु च विश्वकर्मा ददौ तस्यै परशुं चादिनिर्मलम् अस्त्राण्यनेकरूपाणि तदा भेद्यं च दंशनम् अम्लानपङ्कजां मालां शिरस्युरसि चापराम् अददज्जलधिस्तस्यै पङ्कजं चादिशोभनम् हिमवान् वाहनं सिंहं रत्नानि विविधानि च ददावशून्यं सुरया पानपात्रं धनादिभः शेषश्च सर्वनागेशो महामणिविभूषितं नागहारं ददौ तस्यै दत्ते यः पृथिवीमिमाम् अन्यैरपि सुरैर्देवी भूषणैरायुधैस्तदा सम्मानिताननादोच्चैः साट्टहासं मुहुर्मुहुः तस्या नादेन घोरेण कृत्स्नमापूरितं नभः अमायतातिमहता प्रतिशब्दो महानभूत् चुक्षुभुः सकला लोकाः समुद्राश्च चकम्बिरे चचाल वसुधा चेलुः सकलाश्च महीधराः जयेदि देवाश्च मुदा तामूजुः सिंहवाहिनीं
തുഷ്ടുവുർമുനയശ്ചൈനാം ഭക്തിനമ്രാത്മമൂർത്തയഃ ദൃഷ്ട്വാ സമസ്തം സംക്ഷുബ്ധം ത്രൈലോക്യമമരാരയഃ സന്നദ്ധാഖില സൈന്യാസ്തേ സമുത്തസ്തുരുദായുധാഃ ആഹ് കിമേതദിതി ക്രോധാദ് ആഭാഷ്യ മഹിഷാസുരഃ അഭ്യധാവദ തം ശബ്ദം അശേഷൈരസുരൈർവൃതഃ സദദർശ തതോ ദേവീം വ്യാപ്തലോകത്രയാം ത്വിഷാ പാദാക്രാന്ത്യാ നതഭുവം കിരീടോല്ലിഖിതാംബരാം ക്ഷോഭിതാശേഷപാതാളാം ധനുർജ്യാനിസ്വനേന താം ദിശോ ഭുജസഹസ്രേണ സമന്താദ്വ്യാപ്യ സംസ്ഥിതാം തതഃ പ്രവവൃത്തെ യുദ്ധം തയാ ദേവ്യാ സുരദ്വിഷാം ശസ്ത്രാസ്ത്രൈർബഹുധാ മുക്തൈഃ ആദീപിത ദിഗന്ധരം महिषासुरसेनानीः चिक्षुराख्यो महासुरः युयुधे चामरश्चान्यैः चतुरङ्गबलान्वितः रथानामयुतैः षड्भिः उदग्राख्यो महासुरः अयुध्यतायुतानां च सहस्रेण महाहनुः पञ्चाशद्भिश्च नियुतैः असिलो महासुरः अयुतानां शतैः षड्भिः बाष्कलो युयुधे रणे गजवाजिसहस्रौघैः अनेकैः परिवारितः वृतो रथानां कोट्या च युद्धे तस्मिन्नयुध्यत बिडालाख्योयुतानां च पञ्चाशद्भिरथायुतैः युयुधे संयुगे तत्र रथानां परिवारितः अन्ये च तत्रायुतशो रथनागहयैर्वृताः युयुधुः संयुगे देव्या सह तत्र महासुराः कोटिकोटिसहस्रैस्तु रथानां दन्दिनां तथा हयानां च वृतो युद्धे तत्राभून्महिषासुरः तोमरैर्भिन्दिपालैश्च शक्तिभिर्मुसलैस्तदा युयुधुः संयुगे देव्या गड्गैः परशुपट्टिशैः केचिच्च चिक्षिपुः शक्तिः केचित् पाशांस्तथा परे देवीं गड्गप्रहारैस्तु ते तां हन्तुं प्रचक्रमुः सापि देवी तदस्तानि शस्त्राण्यस्त्राणि चण्डिका लीलयैव प्रचिच्छेद निजशस्त्रास्त्रवर्षिणी अनायस्तानना देवी स्तूयमाना सुरर्षिभिः मुमोचासुरदेहेषु शस्त्राण्यस्त्राणि चेश्वरी सोऽपि क्रुद्धो दुदसटो देव्या वाहनकेसरी चचारासुरसैन्येषु वने शिवहुताशनः निःश्वासान्मुमुचे यांश्च युध्यमानारणेऽम्बिका तयेव सद्यः सम्भूताः गणाः शतसहस्रशः युयुधुस्ते परशुभिः भिन्दिपालासि पट्टिशैः नाशयन्तोऽसुरगणान् देवी शक्त्युपबृंहिताः अवादयन्तपडहान् गणाशङ्गांस्तदा परे मृदङ्गांश्च तदैवान्ये तस्मिन् युद्धमहोत्सवे
തതോ ദേവീ ത്രിശൂലേന ഗദയാ ശക്തിവൃഷ്ടിഭിः ഖഡ്ഗാദിഭിശ്ച ശതശോ നിജഘാന മഹാസുരാൻ പാതയാമാസ ചൈവാന്യാൻ ഗണ്ഡാസ്വന വിമോഹിതാൻ അസുരാൻ ഭുവി പാശേന ബദ്ധ്വാ ചാന്യാൻ അകർഷയത് കേചിദ്വിധാ കൃതാസ്തീക്ഷ്ണൈഃ ഖഡ്ഗപാദൈസ്തഥാ പരേ വിപോതിതാ നിപാതേന ഗതയാ ഭുവി ശേരത്തെ വേമുശ്ച കേചിദ്രുധിരം മുസലേന ഭൃശം ഹതാഃ കേചിന്നിപതിതാ ഭൂമൗ ഭിന്നാ ശൂലേന വക്ഷസി നിരന്തരാ ശരൗഘേണ കൃതാ കേചിദ് രണാജിരേ സേനാനുകാരിണഃ പ്രാണാൻ മുമുചുസ്ത്രിദശാർദനാഃ കേഷാഞ്ചിത് ബാഹവശ്ചിന്നാഃ ഛിന്നഗ്രീവാസ്തദാ പരേ ശിരാംസി പേതുരന്യേഷാം അന്യേ മധ്യേ വിദാരിതാഃ വിച്ഛിന്നജംഗാസ്ത്വപരേ പേതുരുർവ്യാം മഹാസുരാഃ ഏകബാഹ്വക്ഷിചരണാഃ കേചിദ്ദേവ്യാ ദ്വിധാ കൃതാഃ ഛിന്നേപി ചാന്യേ ശിരസി പതിതാ പുനരുത്ഥിതാഃ കബന്ധായുയുധുർദേവ്യാ ഗൃഹീത പരമായുധാഃ നനൃതുശ്ചാപരേ തത്ര യുദ്ധേ തൂര്യലയാശ്രിതാഃ കബന്ധാശ്ചിന്ന ശിരസഃ ഖഡ്ഗശക്തൃഷ്ടിപാണയഃ തിഷ്ഠതിഷ്ഠേതി ഭാഷന്തോ ദേവീമന്യേ മഹാസുരാഃ പാതിതൈരഥനാഗാശ്വൈഃ അസുരൈശ്ച വസുന്ധരാ അഗമ്യാ സാ ഭവത്തത്ര യത്രാഭൂത്സമഹാരണഃ ശോണിതൗഘാ മഹാനദ്യഃ സദ്യസ്തത്ര പ്രസുശ്രുവുഃ മധ്യേ ചാസുരസൈന്യസ്യ വാരണാസുരവാജിനാം ക്ഷണേന തന്മഹാസൈന്യം അസുരാണാം തദാംബികാ നിന്യേ ക്ഷയം യദാ വഹ്നിഃ തൃണദാരുമഹാചയം സ ച സിംഹോ മഹാനാദം ഉത്സൃജൻ ധുതകേസരഃ ശരീരേഭ്യോ മരാരീണാം അസൂനിവ വിചിന്വതി ദേവ്യാ ഗണൈശ്ച തൈസ്തത്ര കൃതം യുദ്ധം തദാസുരൈഃ യദൈഷാം തുഷ്ടുവുർദേവാഃ പുഷ്പവൃഷ്ടിമുചോദിവി. ഓം ഇതി ശ്രീമാർക്കണ്ഡേയപുരാണേ സാവർണികേ മന്വന്തരേ ദേവീ മാഹാത്മ്യേ മഹിഷാസുരസൈന്യവധോ നാമ ദ്വിതീയോऽധ്യായഃ. ഓം നമശ്ചണ്ഡികായൈ. ഓം ശ്രീ ജഗദംബാർപ്പണമസ്തു. നാരായണ. ഹരി ഓം. നാരായണ. അപ്പോൾ പ്രഥമചരിതം മധുകൈടഭവധം എങ്ങനെയാണ് ആ കഥ അവതരിപ്പിച്ചതെന്ന് കണ്ടു. ആദ്യം മാർക്കണ്ഡേയ മഹർഷി ജൈമിനി മഹർഷിക്ക് പറയുന്ന മാതിരിയും, പിന്നെ സുരതൻ എന്ന രാജാവും സമാധി എന്ന വൈശ്യനും സുമേധസ് എന്ന ഋഷിയെ സമീപിച്ച് അവരുടെ ദുഃഖങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അവരുടെ ദുഃഖത്തിന് ആശ്വാസമായിട്ടാണ്
ദേവി മാഹാത്മ്യ കഥകൾ സുമേധസ് ഋഷി പറയാൻ ആരംഭിച്ചത് പ്രളയകാലത്ത് ഭഗവാൻ വിഷ്ണു ശേഷശായിയായി ശയിക്കുന്ന സമയത്ത്, പിന്നീട് കൽപ്പ ആരംഭത്തിൽ ആ ഭഗവാന്റെ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ആവിർഭവിച്ച ആ ബ്രഹ്മദേവനെ മധുകൈടവന്മാരെന്ന 2 അസുരന്മാർ ആക്രമിക്കാൻ വന്നതും വിഷ്ണുവിനെ ഉണർത്താൻ നിവൃത്തിയില്ലാതെ ബ്രഹ്മദേവൻ യോഗനിദ്രാദേവിയായ മഹാകാളിയെ കാളരാത്രിയായി സ്തുതിച്ചതായിട്ടുള്ള ആ രാത്രി സൂക്തവും, തുടർന്ന് ദേവി പ്രസാദിച്ച് ബ്രഹ്മദേവൻ്റെ പ്രത്യക്ഷത്തിൽ നിന്നതും വിഷ്ണുവിൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് മാറിക്കൊടുത്തതും, ആ വിഷ്ണു ഉണർന്നു വന്നപ്പോൾ ഈ 2 ദൈത്യന്മാരെ കണ്ട് അവരോട് അനേക വർഷം 5000 വർഷം യുദ്ധം ചെയ്തതും, ദേവിയാൽ മോഹിതരായ ദൈത്യന്മാർ അഹങ്കാരികളായി തീർന്ന് വിഷ്ണുവിനോട് എന്താ വരം വേണ്ടച്ചാ ചോദിച്ചോളൂ, നിന്നിൽ ഞങ്ങൾ പ്രസാദിച്ചിരിക്കണു എന്ന് പറയിപ്പിച്ചതും, വിഷ്ണുവിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ദേവി തന്നെ വിഷ്ണുവിനെ കൊണ്ട് എൻ്റെ കൈകൊണ്ട് നിങ്ങൾ മരണപ്പെടണം, വധിക്കപ്പെടണം, വേറൊരു വരവും എനിക്ക് കിട്ടിയിട്ട് ഒരു പ്രയോജനമില്ല എന്ന് പറയിപ്പിക്കലും, അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മധുകൈടവന്മാർ എല്ലായിടത്തും വെള്ളമാണെന്ന് കണ്ടപ്പോൾ വെള്ളമില്ലാത്തടത്ത് വെച്ച് ഞങ്ങളെ കൊല്ലാൻ സാധിക്കുമെങ്കിൽ കൊന്നോളൂ എന്നൊരു കണ്ടീഷൻ വയ്ക്കുകയും, ആ ദേവിയുടെ വിദ്യാസ്വരൂപിണിയായ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് വിഷ്ണുവിന് വേണ്ടത് തോന്നുകയും, ആ ജലോപരി തൻ്റെ ഉത്സംഗം, തൻ്റെ മടി, അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ മടിയിലേക്ക് 2 ദൈത്യന്മാരെയും പിടിച്ചിട്ട് അവരുടെ ശിരച്ഛേദം ചെയ്യുകയും, അങ്ങനെ ജലമില്ലാത്തടത്ത് വെച്ച് അവരെ വധിക്കുക എന്നുള്ളതായിട്ടുള്ള അവരുടെ വാക്കിനെ പാലിക്കുകയും ചെയ്തുകൊണ്ട് മധുകൈടവ വധം കഴിച്ച് ആ ബ്രഹ്മദേവനെ രക്ഷിച്ചതും ലോകത്തെ രക്ഷിച്ചതുമായിട്ടുള്ള ആ ചരിത്രമാണ് പ്രഥമ ചരിതമായിട്ട് അവതരിപ്പിച്ചത്. മഹാകാളിയാണ് അവിടുത്തെ ആ അധ്യായത്തിലെ, ആ ചരിതത്തിലെ നായിക ദേവത. അതിനുശേഷം അവസാന ഭാഗത്ത് ആ സുമേധസ് ഋഷി സുരത രാജാവിനോടും സമാധിയോടും പറഞ്ഞു, ദേവിയുടെ ഇനിയൊരു കഥ പറയാം, ദേവി പിന്നെയും ആവിർഭവിച്ചതായിട്ടുള്ള കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ആമുഖം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ കഥയ്ക്ക് വേണ്ടതായിട്ടുള്ള വിത്ത് ബീജാവാപം ചെയ്തിട്ടാണ് ആ അധ്യായം അവസാനിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് മാർക്കണ്ഡേയ പുരാണത്തിൽ ഈ ഋഷിരുവാച എന്നാരംഭിക്കുന്ന ദേവാസുരം അഭൂത് യുദ്ധം പൂർണ്ണമബ്ദശതം പുര മഹിഷേ അസുരാണമധിപേ ദേവാനാം ച പുരന്തരേ എന്ന് തുടങ്ങുന്ന ആ ഭാഗം മാർക്കണ്ഡേയ പുരാണത്തിലാവുമ്പോൾ അവിടെ ഈ എന്താ പറയുക, മധ്യമചരിതമെന്നോ ദ്വിതീയോ അധ്യായം എന്നോ ആയിരിക്കില്ല അവിടെ ഉണ്ടാവുക. അവിടെ മാർക്കണ്ഡേയ പുരാണത്തിലെ 79-ാം അധ്യായമാണ്. 78-ാം അധ്യായം പ്രഥമചരിതവും 79-ാം അധ്യായമാണിതും. അതുപോലെ ഇതിലുള്ള ധ്യാനമോ ന്യാസമോ വിനിയോഗമോ ഒന്നും ഉണ്ടാവില്ല. നേരെ ഓം ഹ്രീം പോലും ഉണ്ടാവില്ല. ഋഷി രുവാച എന്ന് പറഞ്ഞ് പാരായണം തുടർന്നു പോകും. അപ്പോൾ അതിനെ ദേവീ മാഹാത്മ്യമായി നമ്മൾ പുറത്തേക്ക് പകുത്തെടുത്തപ്പോഴാണ് അതിലിതൊക്കെ കൂട്ടിച്ചേർത്ത് അലങ്കാരങ്ങളൊക്കെ ചേർത്ത് ഭംഗിയാക്കി നമ്മൾ ആലപിക്കുന്നത്, നമ്മൾ എന്താ പറയുക, ജപിക്കുന്നത്. അപ്പോൾ ആ മധ്യമചരിതം മഹിഷാസുരവധം എന്ന കഥയാണ്. ഇതാണ് ഈ ദേവീ മാഹാത്മ്യത്തിലെ പ്രധാന ചരിതം. ചരിതങ്ങളിൽ പ്രധാനം മധ്യമചരിതമാണ്. കാരണം ഈ ദേവീ മാഹാത്മ്യത്തിലെ പ്രാധാനിക ദേവത ആദ്യമുണ്ടായ എന്താ പറയുക, മഹാലക്ഷ്മിയാണ്. ആ മഹാലക്ഷ്മിയുടെ ലീലയാണ് മഹിഷാസുരവധം. ആ മഹാലക്ഷ്മി തന്നെയാണ് ഇവിടെ ദുർഗാഭാവത്തിൽ മഹിഷാസുരനെ വധിക്കുന്നത് സിംഹവാഹിനിയായിട്ട്. അതുകൊണ്ട് പ്രാധാനിക ദേവതയായ മഹാലക്ഷ്മിയുടെ ചരിതമായതുകൊണ്ടാണ് മഹിഷാസുരവധത്തിന് പ്രാധാന്യം. ഈ മഹാലക്ഷ്മിയിൽ നിന്നുണ്ടായവരാണ് മഹാകാളിയും മഹാസരസ്വതിയും. അപ്പോൾ അതുകൊണ്ടാണ് ആ ചരിതങ്ങളിൽ 2-ാം സ്ഥാനത്തായത്. പ്രഥമചരിതം മഹാകാളിയുടെ ലീലയും ഉത്തമചരിതം മഹാസരസ്വതിയുടെ ലീലയുമാണ്. മധ്യമചരിതം മഹാലക്ഷ്മിയുടെ ലീലയാണ്. അപ്പോൾ ആ മഹാലക്ഷ്മി മഹിഷാസുരമർദ്ദിനിയായി അവതരിച്ച ആ കഥയാണ് മധ്യമചരിതം. 3 അധ്യായമാണ്. അതിൽ ആദ്യത്തെ അധ്യായത്തിൽ മഹിഷാസുരൻ്റെ സൈന്യവുമായിട്ടുള്ള ദേവിയുടെ യുദ്ധമാണ്.
വലിയ വിപുലമായ കോടിക്കണക്കിന് സൈന്യമുള്ള ആളാണ് മഹിഷാസുരൻ. അതിൽ അനേക സേനാ നായകന്മാരുണ്ട്. ഓരോ നായകന്മാരുടെയും പേരൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ വർണ്ണിച്ചു. അങ്ങനെയുള്ള അനേക നായകന്മാരോട് കൂടിയതായിട്ടുള്ള സൈന്യത്തോട് ദേവി ഏകയായിട്ട് സിംഹം എന്നൊരു വാഹനം മാത്രം സഹായത്തിനുണ്ട്. ബാക്കി എല്ലാ ദേവന്മാരുടെയും ശക്തി തന്നിൽ തന്നെ ആവഹിച്ചുകൊണ്ട് ദേവി ഒറ്റയ്ക്ക് ഈ സൈന്യത്തോട് മുഴുവൻ യുദ്ധം ചെയ്യുന്നതാണ് ഈ പ്രഥമ അധ്യായം, അഥവാ മഹിഷാസുര സൈന്യവധം എന്നുള്ളതായിട്ടുള്ള അധ്യായം. രണ്ടാമത്തെ അധ്യായത്തിലാണ് മഹിഷാസുരനുമായിട്ടുള്ള ദേവിയുടെ നേരിട്ടുള്ള യുദ്ധം. അതിലാണ് മഹിഷാസുര വധം എന്നതായിട്ടുള്ള ഭാഗം. അത് കഴിഞ്ഞ് മൂന്നാമത്തെ അധ്യായത്തിലാണ് ദേവന്മാർ സന്തോഷിച്ച് ദേവിയെ സ്തുതിക്കുന്നതായിട്ടുള്ള ശക്രാധികൃത ദേവീസ്തുതി എന്ന് പറയുന്ന മനോഹരമായ സ്തുതി. അപ്പം അങ്ങനെ 3 അധ്യായം കൊണ്ട് മധ്യമചരിതം നമുക്ക് ഓരോ ശ്ലോകങ്ങളായിട്ട് പദം പിരിച്ച് നോക്കാം. ഓം നമശ്ചണ്ഡികായൈ അധ മധ്യമചരിതം ദ്വിതീയോധ്യായഃ. രണ്ടാമത്തെ അധ്യായമാകുന്നു. മഹിഷാസുര സൈന്യവധഃ. മഹിഷാസുരൻ്റെ സൈന്യത്തെ വധിച്ച കഥയാണ് ഇതിലെ ഉള്ളടക്കം. ഓം അസ്യ ശ്രീമധ്യമചരിതസ്യ വിഷ്ണു ഋഷിഃ. ഈ ശ്രീമത്തായ മധ്യമചരിതത്തിൻ്റെ ഋഷി വിഷ്ണുവാകുന്നു. വിഷ്ണുഹു ഋഷിഹി എന്നാണ്. അതിൽ ആ വിഷ്ണുഹു എന്നുള്ള വിസർഗം ലോപിച്ചു പോകും. എന്താ കാരണം? സ്വരാക്ഷരമാണ് ഋ എന്നുള്ള ശബ്ദം. അപ്പോൾ സ്വരാക്ഷരം വരുമ്പോൾ അതിന് മുമ്പിൽ വരുന്ന വിസർഗങ്ങൾ ലോപിച്ചു പോകും. അങ്ങനെ വിഷ്ണു ഋഷി എന്നാവുകയാണ്. അടുത്ത വിസർഗം പോയി. വിഷ്ണു ഋഷി മഹാലക്ഷ്മീഹി ദേവത. മഹാലക്ഷ്മീഹി എന്ന പ്രഥമ ഏകവചനം അങ്ങനെയാണ്. വിസർഗത്തോടുകൂടിയ ഈകാരമാണ് മഹാലക്ഷ്മീഹി എന്ന് പറയുന്നത്. മഹാലക്ഷ്മിയാണ് ദേവത. ഈ ചരിതത്തിലെ ദേവത മഹാലക്ഷ്മിയാകുന്നു. അവിടെ വിസർഗമുണ്ട്. മഹാലക്ഷ്മീഹി ദേവത. ഉഷ്ണിക് ഛന്ദഃ. ഗായത്രി ഛന്ദഃ എന്ന് കഴിഞ്ഞ അധ്യായം പറഞ്ഞു. ഇവിടെ ഉഷ്ണിക് എന്ന് പറഞ്ഞതായിട്ടുള്ള ഛന്ദസ്സാണ് എന്ന് പറഞ്ഞു. ശാകംബരീ ശക്തി. ശക്തി ശാകംബരി എന്ന ദേവിയാകുന്നു. ദുർഗാ ബീജം. ദുർഗയാകുന്നു ഇവിടുത്തെ ബീജം. വായുസ്തത്വം. വായുവാകുന്നു തത്വം. പ്രഥമചരിതത്തില് അഗ്നിസ്തത്വം എന്ന് കണ്ടു. യജുർവേദസ്വരൂപം. അവിടെ ഋഗ്വേദമായിരുന്നു, ഇവിടെ യജുർവേദസ്വരൂപം. ശ്രീ മഹാലക്ഷ്മി പ്രീത്യർത്ഥേ മധ്യമചരിത ജപേ വിനിയോഗഃ. ഇപ്പം മധ്യമചരിതം മഹാലക്ഷ്മി പ്രീതിക്കായിക്കൊണ്ട് ജപിക്കുന്നു എന്നാണ് പറയുന്നത്. ധ്യാനം. ഓം അക്ഷസ്രക് പരശും ഗദേഷു കുലിശം പദ്മം ധനുഷ്കുണ്ഡികാം ദണ്ഡം ശക്തിമസിം ച ചർമ്മജലജം ഗണ്ഡാം സുരാഭാജനം ശൂലം പാശസുദർശനേ ച ദദതീം ഹസ്തൈഃ പ്രസന്നാനനാം സേവേ സൈരിഭമർദിനീം ഇഹ മഹാലക്ഷ്മീം സരോജസ്ഥിതാം. ഇവിടെ മഹാലക്ഷ്മീം സരോജസ്ഥിതാം സേവേ എന്നാണ് ഈ ധ്യാനം. സരോജസ്ഥിതയായ മഹാലക്ഷ്മിയെ സേവിക്കുന്നു. ഇപ്പോൾ മഹാലക്ഷ്മി താമരയിലിരിക്കുന്നതായിട്ടുള്ള ഭാവത്തിൽ തന്നെയാണ് മഹാലക്ഷ്മിയെ സേവിക്കുന്നത്. സരോജസ്ഥിതാം മഹാലക്ഷ്മീം സേവേ. താമരയിലിരിക്കുന്ന മഹാലക്ഷ്മിയെ സേവിക്കുന്നു. പക്ഷെ നമ്മൾ സാധാരണ കാണുന്ന വെറും കൈകൾ, 4 കൈകളോടുകൂടിയ ലക്ഷ്മി അല്ല ഇവിടെ കാണുന്നത്. ഇത് മഹാലക്ഷ്മി. അത് വിഷ്ണുപത്നിയായ ലക്ഷ്മിയായിരിക്കും ചെറിയ ലക്ഷ്മിയായിട്ട് കാണിക്കുക. 2 കൈകളിൽ താമരയും 2 കൈകൾ അഭയവരദങ്ങളുമായിട്ടിരിക്കുന്ന ആ മഹാലക്ഷ്മി, അത് വിഷ്ണുപത്നിയായ മഹാലക്ഷ്മി. ഇത് വിഷ്ണുവിൻ്റെയും ഒക്കെ അമ്മയായിരിക്കുന്ന മഹാലക്ഷ്മി. ആ ഭാവത്തിലുള്ള മഹാലക്ഷ്മിയാണ്.
താമരയിലിരിക്കുന്നതായിട്ട് തന്നെയാണ് മഹാലക്ഷ്മിയും. സരോജസ്ഥിതാം, സരോജം താമരയാണ്, താമരയിൽ സ്ഥിതി ചെയ്യുന്ന മഹാലക്ഷ്മിയെ സേവേ. പക്ഷെ അവിടെ വേറൊരു പ്രയോഗമുണ്ട്, സൈരിഭമർദിനീം എന്ന്. സൈരിഭമർദിനിയായ മഹാലക്ഷ്മിയെ എന്ന്. സൈരിഭം എന്നാൽ എരുമ, മഹിഷം എന്നൊക്കെ അർത്ഥമാണ്. പോത്തിനും എരുമയ്ക്കൊക്കെ പറയുന്ന പേരാണ് മഹിഷം അല്ലെങ്കിൽ സൈരിഭം എന്നൊക്കെ. അപ്പോൾ സൈരിഭമർദിനീം എന്ന് പറഞ്ഞാലോ മഹിഷമർദിനീം എന്ന് തന്നെയാണ്. മഹിഷാസുരമർദിനിയായ മഹാലക്ഷ്മിയെ, സരോജസ്ഥിതയായ മഹാലക്ഷ്മിയെ അഹമിഹ സേവേ, ഞാനിപ്പോൾ ഇവിടെ സേവിക്കുന്നു. ഇവിടെ ഞാൻ സേവിക്കുന്നത്, ഇവിടെ ഞാൻ ധ്യാനിക്കുന്നത് ഈ മഹിഷാസുരമർദിനിയായ മഹാലക്ഷ്മിയാണ് എന്ന്. അപ്പോൾ ആ ദേവി എന്തൊക്കെയാണ്? ദേവിയുടെ കൈകളിൽ ദദതീം ഹസ്തൈഹി എന്ന് പറഞ്ഞു. ഹസ്തൈഹി ദദതീം, കൈകളാൽ ധരിച്ചിരിക്കുന്നവളും, പ്രസന്നാനനാം, പ്രസന്നവദനയുമായിരിക്കുന്ന, പ്രകാശിക്കുന്ന മുഖത്തോടുകൂടിയ, സന്തോഷത്തോടുകൂടി ഇരിക്കുന്നതായിട്ടുള്ള ദേവിയെ, കൈകളിൽ ഇതൊക്കെ ധരിച്ചിരിക്കുന്നവളുമായ ദേവിയെ, ആ മഹാലക്ഷ്മിയെ, ആ മഹിഷാസുരമർദിനിയായ മഹാലക്ഷ്മിയെ ഞാൻ സേവിക്കുന്നു, ഞാൻ ഭജിക്കുന്നു എന്നാണ്. ഭജനവും സേവയും പര്യായ ശബ്ദങ്ങളാണ്. ഭജേ എന്ന് പറഞ്ഞാലും സേവേ എന്ന് പറഞ്ഞാലും ഭജ് ധാതു സേവായാം എന്നാണ് അർത്ഥം. അപ്പൊ ഞാൻ ഭജിക്കുന്നു, ഞാൻ സേവിക്കുന്നു. അപ്പൊ ഇവിടെ ഹസ്തൈഹി ദദതീം എന്നുള്ളതിനാണ് കൂടുതൽ പദങ്ങൾ. കൈകളാൽ ധരിച്ചിരിക്കുന്നവളും. അപ്പൊ എത്ര കൈകളുണ്ട്, എന്തെല്ലാം കയ്യിൽ ധരിച്ചിരിക്കുന്നുണ്ട് നോക്കൂ. ഇവിടെ മഹിഷാസുരമർദിനിയായ മഹാലക്ഷ്മിയെ 18 കൈകളോട് കൂടിയിട്ടാണ് ധ്യാനിക്കുന്നത്. എന്തൊക്കെയുണ്ട് നോക്കാം നമുക്ക്. അക്ഷസ്രക് പരശും ഗദ ഇഷു കുലിശം പദ്മം ധനു കുണ്ടികാം ദണ്ഡം ശക്തി അസി ചർമ്മ ജലജം ഗണ്ഡാം സുരാഭാജനം ശൂലം പാശം സുദർശനം. 18 ആയുധങ്ങളെ 18 കൈകളിൽ ധരിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ ഭാവന. ഈ മഹാലക്ഷ്മിയെ ധ്യാനിക്കുന്നത് 18 ആയുധങ്ങൾ 18 കൈകളിൽ. അപ്പൊ എന്തൊക്കെയാണ്? അക്ഷസ്രക് പരശും ഗദേഷു കുലിശം പദ്മം ധനുഷ് കുണ്ടികാം ദണ്ഡം ശക്തിം അസിം ചർമ്മ ജലജം ഗണ്ഡാം സുരാഭാജനം ശൂലം പാശ സുദർശനി. ദദതീം ഹസ്തൈഹി, ഹസ്തൈഹി ദദതീം, കൈകളാൽ ധരിക്കുന്നവളും. അപ്പൊ എന്തൊക്കെയാണ് അക്ഷസ്രക്ക് എന്ന് പറഞ്ഞാല്? അക്ഷസ്രക്ക്, സ്രക്ക് എന്ന് പറഞ്ഞാൽ മാലയാണ്. അക്ഷസ്രക്ക് എന്ന് പറയുമ്പോൾ അക്ഷമാല എന്നർത്ഥമാണ്. അക്ഷമാല എന്ന് പറയുമ്പോൾ ജപമാല എന്നാണ് അതിൻ്റെ അർത്ഥം. 51 അക്ഷരങ്ങളാണ്. അപ്പോൾ 51 മണികളോട് കൂടിയതായിട്ടുള്ള ജപമാലയാവാം, അല്ലെങ്കിൽ 54 മണികളോട് കൂടിയത്, അല്ലെങ്കിൽ 108 മണികളോട് കൂടിയത് ഒക്കെയുള്ള ജപമാലകളുണ്ട്. അപ്പോൾ ആ ജപമാലയെ കയ്യിൽ ധരിച്ചിരിക്കുന്നവളും. അക്ഷമാല എന്ന് പറഞ്ഞാൽ രുദ്രാക്ഷമാലയുമാവാം സ്ഫടികമാലയുമാവാം. രണ്ടും ജപമാലയായിട്ട് ഉപയോഗിക്കും. ശക്തി ഭാവത്തിലാവുമ്പോൾ സ്ഫടികമാലകളാണ് കൂടുതൽ. ഇപ്പോൾ സരസ്വതീ ദേവിയുടെയൊക്കെ കയ്യിലൊക്കെ സ്ഫടികമാലയാണ്. അതിനും അക്ഷമാല എന്ന് തന്നെയാണ് പറയുക. എണ്ണാനുള്ള മാല എന്ന് തന്നെയാണ് അർത്ഥം. ജപത്തിന് എണ്ണാനാണ് ഈ മാല കയ്യിൽ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അക്ഷമാല എന്ന് പറഞ്ഞാൽ ജപമാല. ആ മുതൽ ക്ഷ വരെയാണ് അക്ഷം. അക്ഷരം എന്ന് നമ്മൾ പറയുന്നത് ആ ക്ഷം. അപ്പൊ അക്ഷരങ്ങളെ എണ്ണും പോലെ സംഖ്യകളെയും എണ്ണാൻ വേണ്ടി, കാരണം ഈ അക്ഷരങ്ങളൊക്കെ സംഖ്യയിലും പെട്ടു, അന്തർഭവിച്ചു. കണപയാദി സമ്പ്രദായ പ്രകാരം അക്ഷരങ്ങളൊക്കെ ഇതിലും വന്നു. അപ്പോൾ അക്ഷരങ്ങളെ അല്ലെങ്കിൽ സംഖ്യകളെ എണ്ണുവാനായിക്കൊണ്ട് ഉപയോഗിക്കുന്ന മാല അക്ഷമാല, ജപമാല. ഇപ്പൊ സ്ഫടികമാലയാവാം ദേവിയുടെ കയ്യിൽ. അപ്പൊ സരസ്വതിയുടെ അംശമായി, അല്ലെങ്കിൽ രുദ്രാക്ഷമാലയാണെങ്കിൽ ബ്രഹ്മാവിന്റെ അംശമായി. രണ്ടുപേരും ഭാര്യാഭർത്താക്കന്മാർ തന്നെ, ഒരേ ശക്തി തന്നെ. രണ്ടാളുടെ കയ്യിലും മാലയുണ്ട്. അപ്പോൾ അതിൻ്റെ അംശമായിട്ട് ആ അക്ഷമാലയും, അക്ഷസ്രക്ക്, സ്രക്ക് എന്നുള്ളത് മാലയാണ്. പൂമാലയ്ക്കും സ്രക്ക് എന്ന് പറയും. സ്രക്ക് എന്ന് പറഞ്ഞാൽ പൂമാല എന്നും അർത്ഥമുണ്ട്. ഇവിടെ അക്ഷസ്രക്ക് എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് അക്ഷമാല. പരശു എന്ന് പറഞ്ഞാൽ മഴുവാണ്, വെൺമഴു.
മഹാദേവന്റെ ആയുധമാണ് മഴു. ആ മഴുവും ധരിച്ചിട്ടുണ്ട്. പരശു, ഗദ, ഇഷു, കുലിശം, മൂന്നും കൂടി ചേർത്ത് ഗദേഷു കുലിശം എന്ന് പറഞ്ഞു. ഗദ എന്ന് പറഞ്ഞാൽ ഗദ എന്ന ആയുധം, മഹാവിഷ്ണുവിൻ്റെ ഒരു ആയുധമാണ് ഗദ, അതിവിടെ കയ്യിലുണ്ട്. ഇഷു എന്ന് പറഞ്ഞാൽ അസ്ത്രമാണ്, അമ്പ്, ആരോ, അതിനാണ് ഇഷു എന്ന് പറയുക. അപ്പോൾ അമ്പ് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. കുലിശം എന്ന് പറഞ്ഞത് വജ്രായുധത്തിൻ്റെ പേരാണ്. അപ്പോൾ ഇന്ദ്രൻ്റെ വജ്രായുധം ഇന്ദ്രൻ കൊടുത്തത്, അല്ലെങ്കിൽ ഇന്ദ്രൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത്, ഇന്ദ്രൻ്റെ അധികാര ചിഹ്നമൊക്കെ ദേവി തിരിച്ചു മേടിച്ചു. ഇങ്ങോട്ട് തരും, ഇങ്ങോട്ട് നിങ്ങളെ കൊണ്ട് കയ്യിലാവില്ലെങ്കിൽ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ദേവി നിൽക്കുന്ന നിൽപ്പ്. അപ്പോൾ എല്ലാ ദേവന്മാരുടെയും ആയുധങ്ങൾ ഈ ദേവിയുടെ കൈവശമുണ്ട് എന്നർത്ഥമാണ്. അപ്പോൾ വജ്രായുധം ധരിച്ചിട്ടുണ്ട്. കുലിശം, പത്മം, ഒരു കയ്യിൽ താമരയുണ്ട്. വിഷ്ണുവിൻ്റെ കയ്യിലുള്ള താമര അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ കയ്യിലുള്ള താമര അതൊരു കയ്യിലുണ്ട്. ധനുഹു, ധനുഷ്, കുണ്ടികാം എന്ന് പറയുമ്പോൾ സന്ധിയിലാണത്. ധനുഹു പ്ലസ് കുണ്ടികാം, ധനുഷ് കുണ്ടികാം. അപ്പോൾ ധനുഹു എന്ന് പറഞ്ഞാൽ വില്ലാണ്. മഹാവിഷ്ണുവിൻ്റെയിലും മഹാദേവൻ്റെയിലും ഒക്കെ വില്ലുണ്ട്. ആ വില്ലും കയ്യിലുണ്ട്. കുണ്ടികാം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ കിണ്ടി എന്ന് പറയുന്ന കമണ്ടലുവാണ്. മലയാളികൾ കിണ്ടി എന്ന് പറയും, സംസ്കൃതത്തിലും അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലും കമണ്ടലു എന്ന് പറയും. അതിനെ തന്നെയാണ് ഇവിടെ സംസ്കൃതത്തിൽ മറ്റൊരു ഭാഷ കുണ്ടികാം എന്ന് പറഞ്ഞത്. ഉള്ളിൽ കുണ്ടം ഉള്ളത്. കുണ്ടം എന്ന് പറഞ്ഞാൽ ആഴമുള്ള പാത്രം എന്നർത്ഥമാണ്. അഗ്നികുണ്ടം എന്ന് പറയും പോലെ കുണ്ടം ഉള്ളത് കുണ്ടിക. അപ്പോൾ ആ പാത്രം കമണ്ടലു ധരിച്ചിട്ടുണ്ട്. അത് ബ്രഹ്മാവിൻ്റേതാണ്. ബ്രഹ്മാവിൻ്റെ അംശത്തെ സൂചിപ്പിക്കാനാണ് കമണ്ടലു. അങ്ങനെ കമണ്ടലുവും കുണ്ടികാം. ദണ്ഡം, ദണ്ഡം എന്നാൽ വടിയാണ്, അധികാര ചിഹ്നമാണ്, യമൻ്റെ ആയുധമാണ്. യമൻ്റെ കയ്യിലാണ് ദണ്ഡം. അപ്പോൾ ദിക്പാലകന്മാരുടെ ആയുധങ്ങളൊക്കെ ദേവിയുടെ കയ്യിലുണ്ട്. അതാണ് യമൻ്റെ ദണ്ഡം ദേവി കയ്യിലുണ്ട്. ശക്തിം, സുബ്രഹ്മണ്യസ്വാമിയുടെ വേല് ശക്തി കയ്യിലുണ്ട്. ദേവസേനാനായകനായിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമിയും തനിക്ക് പണിയാവില്ല എന്ന് പറഞ്ഞിട്ട് ദേവിയെ ഏൽപ്പിച്ചു. അങ്ങനെ ദേവിയാണ് ഇപ്പോൾ ഒറ്റയാളായിട്ട് ഈ പണി നടത്തുന്നത്, മഹിഷാസുര വധം എന്നുള്ള പണി. അപ്പോൾ ശക്തി. അസി എന്ന് പറഞ്ഞാൽ വാളാണ്. അത് വിഷ്ണുവിൻ്റെ നന്ദകമാവാം, മറ്റേതെങ്കിലും ദേവന്മാരുടെ വാളാവാം. വാളുണ്ട് കയ്യിൽ. അസി, ശക്തിം അസിം ച. ചർമ്മ, ചർമ്മ എന്ന് പറഞ്ഞാൽ കവചമാണ് അഥവാ പരിച. പരിചത്തിൻ്റെ പേരാണ് കയ്യിൽ ധരിച്ചിരിക്കുന്ന ഷീൽഡ്, തടയാനുള്ളതായിട്ടുള്ള പരിച, അതിൻ്റെ പേരാണ് ചർമ്മ. ജലജം എന്ന് പറഞ്ഞാൽ ശംഖാണ് ഇവിടെ. പത്മം വേറൊരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ജലജം എന്ന് പറയുമ്പോൾ ഇവിടെ താമര എന്നർത്ഥമില്ല. ജലത്തിൽ ജനിച്ചതാണ് എന്ത്? ശംഖും. അതുകൊണ്ട് ശംഖിനും ജലജം എന്ന പര്യായമുണ്ട്. ഇവിടെ ജലജം എന്നുള്ള ശബ്ദത്തിന് നമ്മൾ എടുക്കേണ്ടത് ശംഖം എന്നുള്ള അർത്ഥത്തിൽ, മറ്റിടത്ത് പത്മം പറഞ്ഞിട്ടുള്ളത് കൊണ്ട്. അതുകൊണ്ട് ജലജം എന്ന് പറഞ്ഞാൽ ശംഖ്. ഗണ്ഡാം എന്ന് പറഞ്ഞാൽ മണിയെ പിടിച്ചിട്ടുണ്ട്. കയ്യിലൊരു മണിയടിക്കും ദേവി. വലിയൊരു മണി കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ആ മണി ശബ്ദം കേട്ടാൽ തന്നെ അസുരന്മാരൊക്കെ ഓടിപ്പോവും. അങ്ങനെ മണി കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ഒരു ബെൽ, അതാണ് ഗണ്ഡ. സുരാഭാജനം, കയ്യിലൊരു പാത്രമുണ്ട്, ഒരു ചഷകം, മധു ചഷകം, അതാണ് സുരാഭാജനം. സുരാഭാജനം. ദേവി മഹിഷാസുരനെ വധിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ക്രോധം വർദ്ധിക്കാനായിക്കൊണ്ട് ഇവനെ കൊല്ലാൻ തോന്നില്ല ദേവിക്ക്. അപ്പോൾ ആ തൻ്റെ ആ സ്നേഹപാശങ്ങളൊക്കെ പോയി വീര്യം വന്ന് ക്രോധം വർദ്ധിക്കാൻ വേണ്ടി ദേവി മധുപാനം ചെയ്യുന്നതായിട്ട് രംഗമുണ്ട്. അടുത്ത അധ്യായത്തിൽ കാണാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനം കയ്യിലുണ്ട് എന്നർത്ഥം. അതാണ് സുരാഭാജനം. വീര്യം പകരാനുള്ളതായിട്ടുള്ള ഡ്രിങ്ക്സ് കയ്യിൽ കരുതിയിട്ടുണ്ട് എന്നർത്ഥം, അല്ലേ? ക്രിക്കറ്റ് കളിക്കാരും ഫുട്ബോൾ കളിക്കാരും ഒക്കെ ഇടയ്ക്ക് ഡ്രിങ്ക്സ് ബ്രേക്ക് എടുക്കും പോലെ ദേവിയും ഇടയ്ക്ക് ഡ്രിങ്ക്സ് ബ്രേക്ക് എടുക്കും, ഒരു വീര്യം വർദ്ധിക്കാൻ വേണ്ടി. സുരാഭാജനം, ആ പാത്രം കയ്യിൽ ധരിച്ചിട്ടുണ്ട്. ശൂലം, മഹാദേവന്റെ ആയുധമായിട്ടുള്ള ത്രിശൂലം കയ്യിലുണ്ട്. പാശം, പാശം എന്നുള്ളത് വരുണന്റെ ആയുധമാണ്, അത് കയ്യിലുണ്ട്. കയറ്. സുദർശനി, രണ്ടു കൂടി ചേർത്ത് പാശ സുദർശനി എന്ന് ദിവചനമാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ ആയുധമായിട്ടുള്ള സുദർശനം അതും കയ്യിലുണ്ട്. ഇതെല്ലാം ഹസ്തൈഹി ദദതീം, കൈകളാൽ ധരിച്ചിരിക്കുന്നവളും.
അപ്പോൾ 18 കൈകളാണ് മഹിഷാസുര മർദിനിയെ ധ്യാനിക്കുമ്പോൾ. വാസ്തവത്തിൽ 18 കൈകളല്ല, 1000 കണക്കിന് കൈകളുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം എല്ലാ ദേവന്മാരും അവരവരുടേതായിട്ടുള്ള അധികാര ചിഹ്നങ്ങളായിരിക്കുന്ന ആയുധങ്ങളൊക്കെ ദേവിക്ക് കൈമാറി. അങ്ങനെ സർവ്വദേവതാമയമായിട്ടുള്ള ഭാവത്തിലാണ് ദേവി അവിടെ അവതരിച്ചിരിക്കുന്നത്. എല്ലാ ദേവന്മാരുടെയും ആയുധങ്ങളും അധികാരങ്ങളും ഒറ്റയ്ക്ക് കൈയാളുന്നവളായിട്ടാണ് ദേവി ഈ മഹിഷാസുരനുമായിട്ട് യുദ്ധം ചെയ്യുന്നത്, ഏകയായിട്ട്. അപ്പോൾ സർവ്വദേവതാ സ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ട് തന്നെ അനേക ശിരസ്സുകളും അനേക കൈകളുമുള്ള ദേവിയാണ്. എങ്കിലും നമുക്ക് ധ്യാനിക്കാൻ വേണ്ടി ചുരുക്കി 18 ആക്കി. ധ്യാനിക്കാൻ വേണ്ടി 18 ആക്കുന്നു എന്ന് രഹസ്യത്രയത്തിൽ പറയുന്നുണ്ട്. മൂർത്തി രഹസ്യം പറയുമ്പോൾ അവിടെ പറയും 1000 കൈകളുണ്ടെങ്കിലും 18 ധ്യാനിക്കണം എന്ന്. മഹിഷാസുരമർദിനിയെ ധ്യാനിക്കുമ്പോൾ ഇങ്ങനെ വേണം ധ്യാനിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരമുള്ള ധ്യാന ശ്ലോകമാണിത്. ഓം അക്ഷസ്രക് പരശുംഗദേശു കുലിശം പത്മം ധനുഷ്കുണ്ഡികാം ദണ്ഡം ശക്തിമസിം ച ചർമ്മജലജം ഖണ്ഡാം സുരാഭാജനം ശൂലം പാശസുദർശനേ ച ദദതീം ഹസ്തൈഃ പ്രസന്നാനനാം സേവേ സൈരിഭമർദിനീം ഇഹ മഹാലക്ഷ്മീം സരോജസ്ഥിതാം. ഇതാണ് ധ്യാന ശ്ലോകം. പിന്നീട് അധ്യായത്തിലേക്ക് കടക്കുന്നു. ഓം ഹ്രീം ഋഷിരുവാച എന്ന് പറഞ്ഞ് ആ ഹ്രീ എന്നുള്ളത് ഇവിടെ മഹാലക്ഷ്മി ബീജം അല്ലെങ്കിൽ ഭുവനേശ്വരി ബീജമാണ്. ശിവശക്തി ഐക്യസ്വരൂപിണിയായിരിക്കുന്ന ആ ദേവിയുടെ ബീജമാണ്. അങ്ങനെ ഒരുപാട് തത്വമാണ് ഹ്രീം എന്നുള്ള മന്ത്രത്തിന്. ആ ഹ്രീം എന്നുള്ള ബീജാക്ഷരത്തോടു കൂടിയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ആദ്യം ഇതിൽ പ്രവേശിക്കുന്നില്ല. നാളെ ബ്രേക്കാണ്. മറ്റന്നാ തൊട്ട് നമുക്കിത് ആരംഭിക്കാം. മധ്യമചരിതം മറ്റന്നാ വൈകുന്നേരം കാണാം. അപ്പോൾ ഇപ്പോൾ ഇത്രയും കിട്ടിയ വിവരം വെച്ച് ഒരു പ്രാവശ്യം നല്ല വൃത്തിയായിട്ട് നിർത്തി വായിച്ചു തന്നു. അത് വീണ്ടും കേൾക്കുക, എന്നിട്ട് ഉറപ്പിക്കുക. ഇനിയും അടുത്ത ക്ലാസ്സിലും ഇത് അതിനെ വിശദീകരിച്ച് അല്ലെങ്കിൽ പദച്ഛേദം ചെയ്ത് പറഞ്ഞു തരും. അപ്പോൾ നാളേക്ക് ബ്രേക്ക്. നാളെ വെള്ളിയാഴ്ച ദേവിയെ എല്ലാവരും അവരവരുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് ആവും പോലെ ഭംഗിയായിട്ട് ദേവി മഹാത്മ്യം പറഞ്ഞു തന്ന പ്രകാരത്തിൽ മുഴുവനായിട്ട് ചൊല്ലാൻ പറ്റുന്നവർ മുഴുവനായിട്ട് ചൊല്ലുക. അല്ലാത്തവർ ഇനി 2 നേരമായിട്ട് ചൊല്ലുന്നവരാണെങ്കിൽ അങ്ങനെ ചൊല്ലാം. അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്കും അതിൻ്റെ പിറ്റേ ദിവസത്തേക്കും വെച്ചും ചൊല്ലാം. 3 ദിവസമായിട്ടെങ്കിലും ചൊല്ലിത്തീർക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി ആശംസിക്കുന്നു. നാളെ രാവിലത്തെ ക്ലാസ് ഉണ്ട്. നാളെ രാവിലത്തെ ക്ലാസ് 8 to 9 ദക്ഷിണാമൂർത്തി സ്തോത്രമുണ്ട്. അത് നമ്മൾ മുടക്കില്ല. അത് കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും. നാരായണീയമില്ല, വൈകുന്നേരത്തെയും ഇല്ല. ഹരി ഓം. അപ്പോൾ വേണ്ട പോലെ പ്ലാൻ ചെയ്തോളൂ. ക്ഷമാപ്രാർത്ഥന ചൊല്ലി സമർപ്പിക്കാം. ഓം അപരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരമേശ്വരി. ആവാഹനം ന ജാനാമി വിസർജനം പൂജാം ചൈവ ന ജാനാമി ക്ഷമ്യതാം പരമേശ്വരി. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം സുരേശ്വരി. യത് പൂജിതം മയാ ദേവി പരിപൂർണം തദസ്തു മേ. അപരാധസദം കൃത്വാ ജഗദംബേതി ചോച്ഛരേത്. യാം ഗതിം സമവാപ്നോതി ന താം ബ്രഹ്മാദയഃ സുരാഃ. സാപരാധോസ്മി ശരണം പ്രാപ്തസ്ത്വാം ജഗദംബികേ. ഇദാനീം അനുകമ്പ്യോഹം
യഥേച്ഛസി തഥാ കുരു. അജ്ഞാനാദ് വിസ്മൃതേർഭ്രാന്ത്യാ യന്യൂനമധികം കൃതം തൽസർവം ക്ഷമ്യതാം ദേവി പ്രസീദ പരമേശ്വരി. കാമേശ്വരി ജഗന്മാതഃ സച്ചിദാനന്ദ വിഗ്രഹേ ഗൃഹാണാർച്ചാമി മാം പ്രീത്യാ പ്രസീദ പരമേശ്വരി. ഗുഹ്യാദിഗുഹ്യ ഗോപ്ത്രീത്വം ഗൃഹാണാസ്മത്കൃതം ജപം സിദ്ധിർഭവതു മേ ദേവി ത്വൽപ്രസാദാത് സുരേശ്വരി. ഓം ശ്രീ ദുർഗാർപ്പണമസ്തു. ഓം നമശ്ചണ്ഡികാജൈ. ഓം ശ്രീ ജഗദംബാർപ്പണമസ്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം. നാരായണ. നാളെ രാവിലെ കാണുന്നവരെ കാണാം, അല്ലാത്തവരെ മറ്റന്നാൾ കാണാം. ഹരി ഓം. ശുഭരാത്രി, സുഖനിദ്ര.